മേഘ്നയുടെ അമ്മയല്ലേ? ആ അതെ, ആരാ? ഞാൻ മേഘ്നയുടെ ക്ലാസ്മേറ്റ് അഹാനയുടെ അമ്മയാ. ആ മനസ്സിലായി. വാ അതോട്ട് കയറിയിരിക്കേ. മേഘന അനിയത്തി ഇവിടെ ഇല്ല, അവരെന്റെ വീട്ടിൽ പോയതാ. അത് സാരമില്ല, ഞാൻ ചേച്ചിയെ കാണാനാ വന്നത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തേ? അറിഞ്ഞാണല്ലോ, അഹാന 2-3 വിഷയത്തിന് ഫെയിലായി. ആ അവള് പറഞ്ഞായിരുന്നു. ഞാൻ വന്നത് ആ മാന്ത്രിക ഏലസിനെ കുറിച്ച് അറിയാനാ. മേഘിനിക്ക് ചേച്ചി കെട്ടിക്കൊടുത്തത്. അത് ചേച്ചി പ്ലീസ്, എനിക്ക് വേണം ഒരു ഏലസ് എൻ്റെ മോക്ക് കെട്ടിക്കൊടുക്കാനാ. പണ്ടൊക്കെ അവള് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാ, പക്ഷെ ഇപ്പോ. വിഷമിക്കണ്ട, ഏലസ് ഞാൻ തരാം. പക്ഷെ ഞാൻ ഈ പറയുന്നതും കൂടെ കേട്ടാലേ ഈ ഏലസിന്റെ ബലം കിട്ടുള്ളൂ. പറഞ്ഞു ചേച്ചി, ഞാൻ കേൾക്കാം. എന്താ കാര്യം? മൊബൈൽ ഗെയിമിന് അഡിക്റ്റ് ആയതിനു ശേഷമാണ് ദേവ് പഠിത്തത്തിൽ ഉഴപ്പിയത്. പിന്നെ ഒരു വിധത്തിലാണ് ഞങ്ങളത് മാറ്റിയെടുത്തത്. പക്ഷേ പ്രശ്നം അതുകൊണ്ടൊന്നും തീർന്നില്ല. As a young girl, the fields were mine. We played hide and seek for hours, raised our shadows among the pines. So offshore, playful and free, without a care in the world. I was one rich little girl, daydreamer, kidnap me, take me back, all the way back to them days, running around in a gown and a crown, barefoot. രാവിലെ പഠിക്കാനാന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ട് ചേച്ചിയൊന്നും പറഞ്ഞില്ല, എന്താ പ്രശ്നം? വെറുതെ ദീർഘശ്വാസം വിട്ടോണ്ടിരുന്ന ഞങ്ങൾ എങ്ങനെ കാര്യം മനസ്സിലാക്കും? പറ എന്തായാലും. രാവിലെ അമ്മ ചീത്ത പറഞ്ഞേനാണോ? അതും ഒരു റീസൺ ആണ്, പക്ഷെ എന്റെ പ്രശ്നം അതല്ല. പിന്നെന്താ? അല്ല, അമ്മ എന്തിനാ ചീത്ത പറഞ്ഞത് രാവിലെ? അത് പഠിക്കാനിരുന്നപ്പോ ചേച്ചി ഉറങ്ങിയേനാ. ഓ അത് ശരി. പിന്നെ വേറെന്താ പ്രശ്നം? നിങ്ങൾക്കറിയാലോ ഞാൻ മൊബൈൽ ഗെയിം ഇന്റർനെറ്റ് കളിയൊക്കെ നിർത്തിയെന്ന്. അത് ഹാക്കേഴ്സ് പപ്പയുടെ പൈസ മൊത്തം അടിച്ചോണ്ട് പോയതുകൊണ്ടല്ലേ? അതെ, പക്ഷെ ഞാൻ നിർത്തി. ഓക്കെ, അതുകൊണ്ട് നിർത്തിയെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ മൊത്തം ആ ഗെയിമും കാര്യങ്ങളൊക്കെ മനസ്സിൽ കയറി വരും. ചെവിയിൽ മൊത്തം ആ ഗൺ ഷോട്ടിന്റെ സൗണ്ടായി കേൾക്കുന്നേ. ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടണില്ല. ഞാൻ ഈ എക്സാമിന് തോക്കും, അത് ഉറപ്പായി. ചേച്ചി അത് എല്ലാവർക്കും ഉള്ളതാ. നമ്മളിപ്പോ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു തരം മാനസിക പ്രശ്നം. അയ്യോ, ചേച്ചിക്ക് ഭ്രാന്താണോ? ഭ്രാന്ത് നിന്റെ പറ ഒന്ന് പോടി. പോയില്ലെങ്കിൽ ഓ ഒന്ന് നിർത്തു രണ്ടോളം നിങ്ങളുടെ വഴക്ക്. അപ്പൊ അതാണ് പ്രശ്നം, പരീക്ഷയ്ക്ക് തോക്കുന്ന പേടി. വെറും പേടിയല്ല, പഠിക്കാൻ കഴിയണില്ല, അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. മാത്രല്ല രാത്രി കിടന്ന ഉറക്കവും വരുന്നില്ല. 12-1 മണിയാവും ഉറങ്ങാന്. അതാ രാവിലെ പഠിക്കാൻ ഇരിക്കുമ്പോ ഉറങ്ങിപ്പോണത്. ഈ കാര്യം അമ്മയോട് പറ, അമ്മയോട് അറിഞ്ഞിരിക്കട്ടെ. ഓ അത് വേണ്ട, ഇതറിഞ്ഞ എന്നേക്കാളും ടെൻഷൻ അമ്മയ്ക്കായിരിക്കും. അത് മതി BP കൂടാൻ. പിന്നെ എന്ത് ചെയ്യും? ഒരു പേടിയും കിട്ടണില്ല. ഞാൻ പണ്ട് പറഞ്ഞൊരു ഐഡിയ ഓർമ്മയുണ്ട് ചേച്ചിക്ക്? ഇതുപോലെ ഗെയിം അഡിക്ഷൻ വന്നപ്പോ. യോഗയല്ലേ? അതെ.
ഓ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഡെയിലി, പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ സെറ്റ് ആവുന്നില്ല. കൊല്ലപ്പരീക്ഷയാണ്, അല്ലെങ്കിൽ എഴുതണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം വെച്ച് നോക്കണമെങ്കിൽ ഇനി നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. അതെന്താ? നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തുന്ന CBSE എക്സാം ക്യാൻസൽ ചെയ്യണം. എന്താടി നീ പറയുന്നേ? വട്ടായോ? വട്ടൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഓക്കെ സീരിയസ് ആയിക്കോട്ടെ, പക്ഷെ എങ്ങനെ ക്യാൻസൽ ചെയ്യും? ചില്ലറ കളിയല്ല, ഇന്ത്യ മൊത്തം നടക്കണ എക്സാം ആണ്. അതൊന്നും ആര് വിചാരിച്ചാലും ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. പറ്റും, ഒരാൾ വിചാരിച്ചാൽ പറ്റും. ഈ ഞാൻ നിനക്കോ? എങ്ങനെ? എങ്ങനെയൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചപ്പോരെ. മതി, പക്ഷെ നടക്കുവോ? ആകെ ഒരു പ്രാവശ്യം എക്സാം ക്യാൻസൽ ആയിട്ടുള്ളൂ, അത് 2 വർഷം മുന്നേ കൊറോണ ടൈമില്. ഇത് കൊറോണയെക്കാളും സ്ട്രോങ് ആണ്. പിന്നെ ഇന്ത്യ മുഴുവനുള്ള എക്സാം ക്യാൻസൽ ആക്കണമെന്നൊന്നുമില്ലല്ലോ, നിങ്ങളുടെ സ്കൂളത്തെ പോലെ. മതി, അത് ധാരാളം മതി. പക്ഷെ നീ എന്താ ചെയ്യാൻ പോണേന്നൊന്ന് പറയാവോ? സോറി, പറ്റില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, അത് മതി. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? Any help? യെസ്, ഓഫ് കോഴ്സ്. ഐ നീഡ് എ ലാപ്ടോപ്പ് വിത്ത് ഗുഡ് ഇന്റർനെറ്റ് കണക്ഷൻ. അത് സംഘടിപ്പിക്കാം. എവിടെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ മതി. മുകളിൽ ഓപ്പൺ ടെറസിൽ മതി. എന്നിട്ട് വാതിൽ ഇവിടെ തുറന്നിട്ടേക്ക്. ശരി, ഞങ്ങളെല്ലാം പോയിട്ട് റെഡി ആക്കിയിട്ട് പറയാം. ഓക്കെ. പിന്നെ അമ്മയ്ക്കൊരു സൂചനയും കിട്ടാതെ നോക്കണം. ആ, ഞാനത് പറയാൻ വരുമായിരുന്നു. എന്നാ വേഗം ആയിക്കോട്ടെ, അമ്മ ഓഫീസിൽ വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് തീർക്കണം. ഓക്കെ. നിക്കെന്തിയേ? മിറ്റത്തുണ്ടായിരുന്നല്ലോ, കണ്ടില്ല. എന്നാ പുറകുവശത്തുണ്ടാവും. നിക്കെന്തേ കുറെ നേരം തുടങ്ങിയിട്ട്? ശരിയാ, എന്തായോ എന്തോ. നമുക്കൊന്ന് പോയി നോക്കാം. എന്തായി? അമ്മ വന്നുട്ടോ? ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. കുറച്ച് ഫേക്ക് മെയിലഡീസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയത്. എന്താണ് ചെയ്തത്? എക്സാം ക്യാൻസൽ ആവുമല്ലോ അല്ലേ? പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്കൂളിൽ മാത്രം. ഓക്കെ, അത് മതി. നിന്റെ പണി കഴിഞ്ഞെങ്കിൽ ഞാനിത് എടുത്തു വെക്കട്ടെ. അമ്മ ചിലപ്പോ കേറി വരും. അല്ല, എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നീ എന്താ ചെയ്തേന്നൊന്നും പറ. അത് പറയണം, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. പറയുന്നേ, ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. ഒന്ന് പറ നിക്കി. നിക്ക് പ്ലീസ് ഒന്ന് പറ. അത് കുറച്ച് വക്രബുദ്ധി ഉപയോഗിച്ച് ചെയ്തതാ. ആയിരിക്കുമല്ലോ, നിന്റെ വക്രബുദ്ധി ഞങ്ങൾക്ക് അറിയൂലേ. എന്ത് ചെയ്തതെന്നൊന്നും പറ. ആദ്യം ഞാൻ കുറച്ച് ഫേക്ക് മെയിലഡീസ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പളിനും CBSE ബോർഡ് ചെയർമാനും എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഓരോ മെയിൽ അയച്ചു. എന്ത് മെയിലാ നീ അയച്ചത്? ഈ വർഷത്തെ കൊല്ലം പരീക്ഷ നിങ്ങളുടെ സ്കൂളായ PNS സ്കൂളിൽ നടത്തരുത്. നടത്തിയാൽ സ്കൂൾ ഞങ്ങളെ പാമ്പടിച്ച് തകർക്കുമെന്ന് പറഞ്ഞു. തീർന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിൽ കയറി തല്ലെന്നും CBSE ചെയർമാന്റെ കാറ് കത്തിക്കുന്നും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്.